നിന്റെ പ്രകാശനെ നമ്മുടെ വണ്ടി കൊണ്ട് നമ്മുടെ ഡ്രൈവറെ സ്വാധീനിച്ച് വണ്ടി ഇടിപ്പിച്ചു കൊല്ലാൻ കരുക്കൾ നീക്കിയത് പ്ലാമൂട്ടിലെ ആന്റണിയാ. ഈ മനസ്സ് വേദനിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോ അറിയാം. ഞാനിപ്പോ അതിന്റെ മകേട്ടന്റെ മുഖത്ത് കാണുന്നുണ്ട്. മോളെ, എന്തിന്റെ കാരണത്തിലായാലും ശരി, നിന്റെ അച്ഛനെ ഈ വിധത്തിലാക്കിയത് നീ തന്നെയാ. നിർമ്മലേ, എന്തിനാ അവളെ ഇനി ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവൾക്ക് സംഭവിച്ച ദുരന്തത്തിന് നമ്മളും കാരണക്കാരാ. പ്രകാശിനെ ഒരു ശത്രുവിനെ പോലെ അല്ലാതെ ഞാൻ ഒരിക്കലും കണ്ടിരുന്നില്ല. എന്റെ മകളുടെ ഭർത്താവായിട്ട് എനിക്ക് ഒരിക്കലും അവനെ കാണാനും കഴിഞ്ഞിട്ടില്ല. അത് എന്റെ തെറ്റ്. ആ വലിയൊരു തെറ്റ് ഞാൻ കാണിച്ചതുകൊണ്ടാ എന്റെ മകള് പോലും എനിക്ക് ശത്രുവായത്. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നീയും എന്നെ തെറ്റിദ്ധരിച്ചില്ലേ നിർമ്മലേ? അത് മഹേട്ട, ഞാൻ ചന്ദ്രൻ, അച്ഛന്റെ കാലി പിടിച്ച് മാപ്പ് പറ. ചെയ്തതും പ്രവർത്തിച്ചതും എല്ലാം തെറ്റായിരുന്നെന്നും അതിനച്ഛൻ മാപ്പ് തരണമെന്നും മനസ്സ് തകർന്നു തന്നെ മാപ്പ് പറയണം. നമ്മളെല്ലാവരും അച്ഛനോട് കാണിച്ചത് ക്രൂരത തന്നെയാണ്, പൊറുക്കാനാവാത്ത ക്രൂരത. അച്ഛാ, എന്റെ പെങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം. മക്കളല്ലേ, അച്ഛൻ ഞങ്ങളെ ഒരിക്കലും ശപിക്കരുത്. ചന്ദ്രേ മോളെ, നിന്റെ പ്രകാശനെ നമ്മുടെ വണ്ടി കൊണ്ട് നമ്മുടെ ഡ്രൈവറെ സ്വാധീനിച്ച് വണ്ടി ഇടിപ്പിച്ചു കൊല്ലാൻ കരുക്കൾ നീക്കിയത് പ്ലാമൂട്ടിലെ ആന്റണിയാ. അയ്യോ മഹേട്ട, വേണ്ട, എഴുന്നേക്കണ്ട. സ്വാമി, അച്ഛനെയും എന്നെയും തമ്മിൽ തെറ്റിക്കാൻ അവന്റെ തലയിൽ ഉദിച്ച തല തിരിഞ്ഞ തന്ത്രം, അതിലവൻ വിജയിക്കുക തന്നെ ചെയ്തു. ആരോടും കൂസാത്ത അച്ഛനെ ഈ പരുവത്തിലാക്കി കിടത്തിക്കളഞ്ഞില്ലേ? പറമോളെ, അച്ഛനെ സംശയിച്ചതിനും സങ്കടപ്പെടുത്തിയതിനും മാപ്പ് പറ. ഇല്ലെങ്കിൽ 7 ജന്മം കഴിഞ്ഞാലും നമുക്കിതിന്ന് മോചനം ഉണ്ടാവില്ല. എന്റെ നഷ്ടങ്ങളുടെ വേദന ഞാൻ പറഞ്ഞു പോയത്. മക്കളെ, അച്ഛനല്ലാതെ ആരാ മക്കളെ നിങ്ങളോട് ക്ഷമിക്കേണ്ടത്? നിങ്ങൾ എന്ത് ചെയ്താലും പൊറുക്കാനും സഹിക്കാനും ഉള്ള മനസ്സ് ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ടല്ലേ ഞങ്ങള് നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ആയത്. ശിവ, ചെയ്തവന് നീ നന്നായിട്ട് കൊടുത്തില്ലേ? ഇനി ചെയ്യിച്ചവന്റെ ഊഴവ, അതും ഒട്ടും കുറയ്ക്കണ്ട.
എടാ എത്ര നേരമായടാ പോയിട്ട്? നീ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പോയതാണോ? പെട്ടെന്ന് തള്ളിക്കറി വരാൻ പറ്റില്ലല്ലോ. ശരി ശരി. ആരും കണ്ടില്ലല്ലോ നിന്നെ. ആര് കാണാൻ? ഇത് നമ്മുടെ ലോകം. ഇവിടേക്ക് വരുന്നവനെ സഞ്ചയനത്തിന്റെ കാർഡ് അടിച്ചിട്ട് വന്നാൽ മതി. കഴുകി. ആരാടി നീ? നീയല്ലേ ദിലീപ്? ആണെങ്കി ദേവകിയമ്മയുടെ മകൻ. ആ പാവം അമ്മ അടുക്കള പണിയെടുത്തും പുറം ജോലിക്ക് പോയിട്ടും അല്ലടാ നിന്നെ പഠിപ്പിക്കാൻ വിട്ടത്. പഠിക്കണ്ട, ആ പെറ്റ വയറിനോടുള്ള ബഹുമാനമെങ്കിലും കാണിച്ചൂടെ നിനക്ക്? കൊന്നു കളഞ്ഞില്ലേ ആ പാവത്തിന്? ഇതൊക്കെ പറയാൻ നീ ആരാടി? നിന്റെയൊക്കെ സഞ്ചയനവും അടിയന്തരവും ഒന്നിച്ച് നടത്താൻ വന്നതാണെന്ന് വിചാരിച്ചാ മതി. പോലകുളി അടക്കം. ഹ്, പെട്ടെന്ന് വാ. പിടിക്കണോ വരെ സർ? ഇതിലാരാണ് ദിലീപ്? ഞാനാ സാറേ. ലഹരി മരുന്നിന് അടിമ. അമ്മയെ കൊന്നിട്ട് നീ ഇവിടെ ഒളിച്ച് താമസിക്കാനുള്ള പന്ന പുന്നാര മോനെ. കൊണ്ടുപോണോ ഇമാരെ? റസാക്കേ, മാഡം. ഒരാളെ പോലും വെറുതെ വിടരുത്. ഈ ഡിസ്ട്രിക്റ്റിൽ ഇനി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാൻ പാടില്ല. യെസ് മാഡം.